വരുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 4 മണി. 4 മണി എന്ന് പറയുമ്പോൾ ചായ കുടിക്കുന്ന സമയമാണ്. ഇവിടെ 4 മണിക്ക് ചായ കുടിക്കാൻ ചായയുടെ കൂടെ എന്താണെന്ന് നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മ അവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അതെ വന്നു. അമ്മേ, നമുക്ക് 4 മണിക്ക് എന്താ അമ്മ കഴിക്കാന്? കപ്പ പുഴുങ്ങിയത്, പിന്നെ ഏത്തപ്പഴം, മത്തിക്കറി. അപ്പൊ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ കപ്പയൊന്നും ഈ 4 മണിക്ക് കഴിക്കാറില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും അതിശയമായിരുന്നു, ഈ 4 മണിക്ക് എങ്ങനെയാണ് കപ്പ കഴിക്കുക എന്നുള്ളത് ഓർത്തിട്ട്. ഞങ്ങളവിടെയൊക്കെ ചിപ്സും അതും ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ 4 മണിക്ക് കപ്പയൊക്കെ പുഴുങ്ങിയാണ് കഴിക്കാറ് കടിഞ്ചായയുടെ കൂടെ. അപ്പോൾ ശരിക്കും എനിക്കതൊരു ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞങ്ങളവിടെ കപ്പ കഴിയുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്, രാവിലെ 10 മണി. കഞ്ഞിയുടെയൊക്കെ കൂടെയാണ് അത് കഴിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മ, ഈ 4 മണിക്ക് കഴിക്കുന്നതിൻ്റെ ഒരു എന്താണ് ആ ഒരു സമയം? 4 മണിക്കാണ് നമ്മൾ കടയിലെ പലഹാരമൊന്നും മേടിക്കത്തില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുന്നത്. കപ്പ പുഴുങ്ങിയത്, ഏത്തക്ക പുഴുങ്ങിയത്, കിണ്ണത്തപ്പം, ഇതൊക്കെയാണ് 4 മണിക്ക് ഞങ്ങൾ കഴിക്കുന്നത്. അത് ഈ നാട്ടിലൊരു സ്പെഷ്യലാണ്, ഈ 4 മണിക്ക് കപ്പ കഴിക്കുന്നെന്നുള്ളത്. അപ്പം എൻ്റെ നാടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം വ്യത്യസ്തമായ രീതികളാണ്. ഇപ്പം ഓരോ കറി വെക്കുന്നതിലാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ചേഞ്ചസ് ആണ് ഇവിടെ. അപ്പം അമ്മേ, ഞാൻ വീണ്ടും വന്നു. മാമോ ഇങ്ങോട്ട് വാ. അമ്മേ, നമ്മുടെ വ്യൂവേഴ്സിനോടൊക്കെ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സന്തോഷം. അതുപോലെ തന്നെ എനിക്ക് എല്ലാവർക്കും ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ പുതിയ കണ്ടന്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ശരിക്കും ആകാംക്ഷയുണ്ട്. അത് ശരിക്കും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന അമ്മയാണ്. അപ്പം നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കാം, അമ്മയുടെ ആ ഒരു അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അച്ഛാ, അമ്മയുടെ അഭിനയം ഒരു ഒന്നൊന്നര അഭിനയമല്ലായിരുന്നു, ഒരു അന്യായമായ ഒരു ചിരിയായിരുന്നു ആ ചിരിച്ചത്. കുഴപ്പമില്ലായിരുന്നു കേട്ടാ, ചിരിയൊക്കെ അങ്ങനെ തന്നെ ചിരിക്കട്ടെ ജീവിതത്തിൽ മൊത്തത്തിൽ. അതെ, നമുക്ക് അദ്ദേഹം പറയാം അല്ലേ. അമ്മയ്ക്ക് എന്താവേ അമ്മയുടെ ആ ഒരു അഭിനയത്തെ പറ്റി പറയാനുള്ളത്? എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അമ്മയുടെ ആ ഒരു അഭിനയം. അമ്മയ്ക്ക് എന്താ തോന്നുന്നത് അതേപ്പറ്റി? 10 പ്രാവശ്യം ചിരിച്ചിട്ടാ ഒരു പ്രാവശ്യം കിട്ടിയത്. ദൈവമേ, മരിച്ചില്ലെന്നേ ഉള്ളു. അതാർക്കും അറിയത്തില്ല. നമ്മള് ശരിക്കും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നില്. പിന്നെ അതുപോലെ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം എന്താണ് ആ ഒരു വീഡിയോയെ പറ്റി? ഞങ്ങൾ ഫുഡിന്റെ വീഡിയോ തന്നെ ചെയ്താൽ മതിയോ, അതോ ഞങ്ങൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾ ഇനിയും കൊണ്ടുവരണോ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം പോലെ ഇരിക്കും ഞങ്ങൾ പുതിയ കണ്ടന്റ് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറൈറ്റി ഫുഡ് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉള്ളിലുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വേറൊരു കണ്ടന്റിലേക്ക് മാറിയത്. അപ്പം ഞങ്ങൾക്കതെല്ലാവർക്കും ഞങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോസൊക്കെ ചെയ്തത്. പിന്നെ പുതിയൊരു കഥാപാത്രത്തെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ 4 മണിക്കത്തെ ചായയും കപ്പയൊക്കെ കഴിക്കാൻ പോകണം. ചായയല്ല, കട്ടൻ ചായയും കപ്പയും മീൻകറിയും ഒക്കെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. നമുക്ക് കഴിക്കാം, ബാ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ കണ്ടപ്പം ശരിക്കും അതിശയം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് കണ്ടിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കളർ വരുന്ന കപ്പ കാണുമ്പോൾ അത് വെന്തിട്ടില്ല എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ രമാമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഈ കളറെന്ന് ചോദിച്ചു. ഇത് വേകാഞ്ഞിട്ടാണോ അതോ വേകാഞ്ഞ കപ്പയായിട്ടാണോ എന്നൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് അത് വേകാഞ്ഞിട്ടല്ല, അത് ഏത്തക്ക കപ്പയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മ, എന്താ അമ്മ അത്? ഏത്തക്ക കപ്പ ഇറങ്ങണ്ട, അതാണ് അങ്ങനെ പറയുന്നത്. അമ്മ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു കപ്പ ആരും കേട്ടിട്ടില്ല, എനിക്ക് അറിയത്തുമില്ലത്. ഈ കളറ് കണ്ടിട്ട് ഞാൻ വെന്തില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്.
അപ്പം വെന്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അത് കല്ല് പോലെ ഇരിക്കത്തില്ലേ. അപ്പൊ അമ്മ അത് എടുത്തിട്ട് ഉടച്ച് കാണിച്ച്, അപ്പൊ ഇതേ കണ്ടോ വെന്തെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ശരിക്കും എനിക്ക് അതിശയം തോന്നി, ഞാൻ ഇങ്ങനത്തെ കപ്പ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങള് കപ്പയും മീൻകറിയും കപ്പയിറച്ചിയൊക്കെ കൂടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ 4 മണിക്കുള്ള എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. അമ്മതേ ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ കാര്യം അമ്മ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടമാങ്ങ അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടമാങ്ങ അച്ചാർ. അതുപോലെ തന്നെ മാങ്ങ വെച്ചുള്ള ഏത് രീതിയിൽ അച്ചാർ ഉണ്ടാക്കിയാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അമ്മേ നമുക്ക് കഴിക്കാം. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അത് എല്ലാവർക്കും ഇങ്ങനൊരു സംഭവം ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ കപ്പയാണെങ്കിലും അതൊക്കെ എല്ലാ നാട്ടിലുള്ളവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പോട്ടെ, അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതായിരുന്നു ഞാൻ ബാക്കി പറയാൻ സമ്മതിക്കില്ല. ബാക്കി പറഞ്ഞു തീർത്തില്ല. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ പോവാണ്. അടുത്ത ദിവസം ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പോട്ടെ, ബൈ ബൈ, ടാറ്റാ.